ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഇഫ്താർ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് കാണാൻ എത്ര ഭംഗിയുണ്ടോ അത്ര തന്നെ കഴിക്കാൻ രുചിയുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഞാനൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്യണം, എന്നാലേ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. ചിക്കൻ്റെ കളറ് ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ, ഒരു വൈറ്റ് കളറൊക്കെ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ വെന്ത ചിക്കനൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറിഗാനോക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് 2 മിനിറ്റ് വരെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. വെജിറ്റബിൾസ് ഒന്നും ഒട്ടും സോഫ്റ്റ് ആവാൻ പാടില്ല. ഇപ്പോൾ ഇതാ നമ്മളെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ചിക്കനും വെജിറ്റബിൾസും സോസും ഒക്കെ ശരിക്കും ബൈൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണയാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റഫിങ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്സ പഫ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്ലൈസ് ബ്രെഡിൻ്റെ സെൻറ്ററിൽ തന്നെ സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ സ്റ്റഫിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റഫിങ് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടിൻ്റെ പേസ്റ്റ് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 സ്ലൈസ് ബ്രെഡിലും നമുക്ക് ഈ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ചെറുങ്ങനെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡിലൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് ഒട്ടിയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിത് ശരിക്കും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസും റെഡിയാക്കി എടുക്കണം. അടുത്തത് നമുക്കൊരു ബൗളിൽ 2 മുട്ട എടുക്കണം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് വിസ്ക് ചെയ്തെടുക്കുന്നത്. വിസ്ക് ചെയ്തതിൻ്റെ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എഗ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ എഗ് മിക്സ്ചറിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. ഇതിൻ്റെ സൈഡ്സൊക്കെ ശരിക്കും നന്നായിട്ട് എഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ്സിലൊക്കെ ശരിക്കും ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ വേണം കോട്ട് ചെയ്തെടുക്കാൻ. നമുക്കിനി ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതേപോലെ തന്നെ കോട്ട് ചെയ്ത് വെക്കാം. എല്ലാ ബ്രെഡും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ബ്രെഡിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇപ്പം നമ്മളെ ക്രിസ്പി ക്രഞ്ചി ബ്രെഡ് പിസ്സ പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മൾ കോട്ട് ചെയ്ത ബ്രെഡൊക്കെ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബ്രെഡ് പിസ്സ പഫ്സ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.